നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ സസ്യജാലങ്ങളാൽ സമ്പന്നമായ ജീവജാലങ്ങളാൽ സമ്പന്നമായ വാനരന്മാരാൽ സമ്പന്നമായ ത്രേതായുഗ കാലത്തോളം പഴക്കമുള്ള ഐതിഹ്യമുള്ള ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുനടയിലേക്കാണ് ക്ഷേത്ര സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര. ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പുരാതനമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ 3 ഭാഗത്തും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലാണുള്ളത്. ഈ ക്ഷേത്രം ഇവിടെ വസിക്കുന്ന വാനരന്മാർക്ക് ഭയങ്കര പ്രസിദ്ധമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ധർമ്മശാസ്താവിന്റെ സേവകരായിട്ടാണ് ഈ വാനരന്മാരെ കരുതി പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ 5 ശാസ്താ ക്ഷേത്രങ്ങളിലൊന്നായാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിനെ പരിഗണിക്കുന്നത്. മറ്റുള്ള 4 അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ശബരിമല എന്നിവയാണ്. ഇവിടെ ഭാര്യയായ പ്രഭാദേവിയോടും സത്യകൻ എന്ന മകനോടും കൂടി വസിക്കുന്ന ശ്രീ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവൻ, ഗണപതി എന്നിവരാണ് ഉപദേവതകൾ. അത്രയും പ്രാചീനവും പുരാതനവുമായ ക്ഷേത്രമായതുകൊണ്ടാവാം ചരിത്രം കിട്ടാൻ വളരെ പാടായിരുന്നു. എങ്കിൽ പോലും ത്രേതായുഗത്തിനപ്പുറത്തേക്ക് നീളുന്ന ഐതിഹ്യമാണ് ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ളത്. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും രാവണ നിഗ്രഹത്തിന് ശേഷം ഇതുവഴി വന്നു. ആ സമയം ശ്രീ ധർമ്മശാസ്താവിനെ കണ്ട് വണങ്ങിയെന്നും അദ്ദേഹത്തിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് ഒരു ദിവസം ഇവിടെ തങ്ങിയെന്നും ശാസ്താംകോട്ട കായലിന്റെ തീരത്ത് ശ്രീരാമൻ പിതൃതർപ്പണം ചെയ്തുവെന്നും ഒരു ഐതിഹ്യമുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ പറ്റിയും ക്ഷേത്രം ഉത്ഭവിച്ചതിനെ പറ്റിയും ഉള്ളൊരു ചരിത്രം പറയുന്നുണ്ട്. അത് നമ്മുടെ കായംകുളം രാജാവും പന്തളം രാജാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര കഥയാണത്. അതിങ്ങനെയാണ്: പണ്ടൊരിക്കൽ പന്തളത്ത് നിന്നൊരു രാജാവ് കായംകുളത്ത് ഒരു രാജാവിന്റെ മകളെ വിവാഹം കഴിച്ച് കായംകുളത്ത് തന്നെ കൂടി. ഈ പന്തളം രാജാവും രാജ്ഞിയും പരസ്പരാനുരാഗം കാരണം ഒരു ദിവസം പോലും വിട്ടു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ അടുത്തുപോയി. അങ്ങനെ പന്തളം രാജാവ് പന്തളവും മറന്ന് കായംകുളത്ത് താമസമാക്കി. അങ്ങനെ വർഷങ്ങളോളം അങ്ങനെ താമസിച്ചു പോകുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഈ പന്തളം രാജാവ് ഒരു സ്വപ്നം കണ്ടു. തന്നെ കടുവയും പുലിയും എല്ലാം പിടിക്കാൻ വരുന്നതായിട്ട്. അങ്ങനെ ഈ പന്തളം രാജാവ് രാത്രിയിൽ ഞെട്ടി ഉണർന്നു. എന്നെ കടുവ പിടിക്കാൻ വരുന്നേ, പുലി പിടിക്കുന്നേ, കടുവ പിടിക്കുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഈ പന്തളം രാജാവ് ഞെട്ടി ഉണർന്നു. അങ്ങനെ ആദ്യം അന്നത്തെ ഒരു രാത്രിയിലെ ഇതായി എല്ലാവരും വിട്ടു. പക്ഷെ പിന്നെ ഇത് ആവർത്തിക്കാൻ തുടങ്ങി. എല്ലാ രാത്രിയിലും ഇത് തന്നെ. അങ്ങനെ രാജ്ഞിയുടെ ഉറക്കം പോയി, കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും ഉറക്കം പോയി, രാജാവിനും ഉറക്കമില്ലാണ്ടായി. എല്ലാ ദിവസം കിടക്കുമ്പോഴും ഈ പുലി വരുന്നു, കടുവ വരുന്നു എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഒരു ദിവസം കായംകുളം രാജാവ് പന്തളം രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല, ഇവിടെ എല്ലാവരുടെയും ഉറക്കം പോവാണ്, എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തോ, കുറച്ച് നാൾ പോയി പന്തളത്ത് നിന്നിട്ട് വരൂ എന്ന് പറഞ്ഞു. ഇത് പന്തളം രാജാവിന് ഭയങ്കര ക്ഷീണമായി. അങ്ങനെ നാളെ മടങ്ങിപ്പോകാമെന്നുള്ള ഉദ്ദേശത്തോടെ അന്നും കായംകുളത്ത് തങ്ങിയ രാജാവിന് രാത്രിയിൽ ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുകയാണ്. സ്വപ്നത്തിൽ ഒരു വൃദ്ധൻ വന്ന് പറയുകയാണ്, നീ നിന്റെ ശാസ്താവിനെ മറന്നു, നീ നിന്റെ പൂജകൾ മറന്നു, നീ എത്ര നാളായി ശാസ്താവിനെ കാണാൻ പോയിട്ട്? നിന്റെ ഉറക്കത്തിൽ വന്ന് ഭയപ്പെടുത്തുന്നത് ശാസ്താവിന്റെ നായ്ക്കളാണ്. നീ മറന്നുപോയെങ്കിൽ ശാസ്താവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണത്. ഇത് കേട്ട് ഉണർന്ന രാജാവിന് കാര്യം മനസ്സിലായി. തന്റെ സ്വപ്നത്തിൽ വന്നത് ശാസ്താവ് തന്നെയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയും 12 ദിവസം ശബരിമലയിൽ വന്ന് ഭജനം ഇരുന്നു കൊള്ളാമെന്ന് പറയുകയും എല്ലാ തിങ്കളാഴ്ചയും ദർശനം നടത്തിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം രാജാവ് പിന്നെ ദുസ്വപ്നങ്ങളൊന്നും കണ്ടിട്ടേയില്ല. അങ്ങനെ രാജാവ് പോയി തൻ്റെ 12 ദിവസം ഭജനം ഇരുന്ന് തിരിച്ചു വരുന്ന പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ അവിടെ കൊട്ടാരത്തിലേക്ക് സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്നതിൻ്റെ ആയുധാഭ്യാസങ്ങളിലും മത്സരങ്ങളും ഒക്കെ നടക്കുന്ന സമയം. തലേ ദിവസം രാജാവ് വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. ഒരു യുവാവ് വന്ന് രാജാവിനോട് പറയുകയാണ്, നാളെ ഞാൻ വരും, നാളെ വന്ന് ഞാൻ ഒരു അമ്പ് എയ്യുന്നുണ്ട്, ഈ അമ്പ് ചെന്ന് വീഴുന്നിടത്ത് ഞാൻ ചോദിക്കുന്ന കാര്യം തരണമെന്ന് പറയും. ഇത് കേട്ടുകൊണ്ടിരുന്ന രാജാവിന് ഒന്നും മനസ്സിലായില്ല. ഏതാണ് ആ യുവാവ്? ചിലപ്പോൾ ഒരു സ്വപ്നം മാത്രമായിരിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം അത്ഭുതം പോലെ ആ യുവാവിനെ രാജാവ് കാണുകയാണ്. ആ യുവാവ് വന്നു, ആയുധാഭ്യാസങ്ങളൊക്കെ നടത്തി എല്ലാത്തിലും മികവ് നേടി. എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ കായംകുളം രാജാവാണ് കേട്ടോ, പന്തളം രാജാവ്. കായംകുളം രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു ശസ്ത്രം വിടും, ഈ ശസ്ത്രം എവിടെ ചെന്ന് വീഴുന്നോ
അതിൽ ചുറ്റുമുള്ള സ്ഥലം എനിക്ക് കരമൊഴിവായിട്ട് പതിച്ചു തരണമെന്ന് പറഞ്ഞു. ശരി, നിന്റെ ആഗ്രഹം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ശസ്ത്രം തൊടുത്തു വിടുകയും അത് ദൂരെ ഒരിടത്ത് പോയി വീഴുകയും ചെയ്തു. അത് എവിടെ പോയി വീണു എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സേവകന്മാരെ അദ്ദേഹം ഈ യുവാവിൻ്റെ കൂടെ വിട്ടു. അപ്പോൾ ഒരു നേരം പോക്കിനെന്നോണം പന്തളൻ രാജാവും കൂടെ പോയി. കാരണം പന്തളൻ രാജാവ് ഈ സ്വപ്നമൊക്കെ കണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഇത് തോന്നിയത് കൊണ്ടാണ്, ദിവ്യത്വം തോന്നിയത് കൊണ്ടാവാം അദ്ദേഹം കൂടെ പോയി. അങ്ങനെ ഇവർ സഞ്ചരിച്ച് ഈ ശാസ്താംകോട്ട കായലിൻ്റെ തീരത്തെത്തി. അന്ന് ഈ ശാസ്താംകോട്ട കായലിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു തുരുത്താണ്. ഈ തുരുത്തിലാണ് ഈ ശസ്ത്രം വന്ന് വീണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ അക്കരയിലെത്തും നോക്കിയപ്പോൾ ഒരു തടിക്കഷ്ണമുണ്ട്. ഈ യുവാവ് രാജാവിനോട് പറഞ്ഞു, ഈ തടിക്കഷ്ണത്തിലേക്ക് കയറിയാൽ മതി, നമുക്ക് അക്കരെ എത്താമെന്ന് പറഞ്ഞു. യുവാവിനെ വിശ്വസിച്ചുകൊണ്ട് രാജാവ് തടിക്കഷ്ണത്തിൽ യുവാവിൻ്റെ കൂടെ കയറി. ഇവർ കയറിയ ഉടനെ ഈ തടിക്കഷ്ണം സ്വയം നീന്തി ആ ദ്വീപിലെത്തിപ്പെടുകയാണ് ചെയ്തത്. അവർ ചെന്ന് ഇറങ്ങിയതും ഈ തടിക്കഷ്ണം തിരിച്ച് തനിയെ തുഴഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് അവർ കയറിയത് ഒരു തടിക്കഷ്ണത്തിലായിരുന്നില്ല, ഒരു മുതലയുടെ പുറത്തായിരുന്നു എന്നുള്ളത്. അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കിയ രാജാവ് യുവാവിനെ കണ്ടില്ല. പകരം സ്വയംഭൂവായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ ഒരു വിഗ്രഹമാണ് കണ്ടത്. ആ സമയത്ത് ആ ദ്വീപിലെ വാനരന്മാരും ശാസ്താംകോട്ട കായലിലെ ഏട്ട മത്സ്യങ്ങളും നേരത്തെ രാജാവും യുവാവും സഞ്ചരിച്ചു വന്ന മുതലയും എല്ലാം ഒരുമിച്ച് ഹാജരായെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം അറിഞ്ഞ കായംകുളം രാജാവ് അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പന്തളൻ രാജാവിനെയും രാജ്ഞിയും അവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കി അവിടെ പാർപ്പിക്കുകയും തമിഴ്നാട്ടിൽ നിന്ന് വലിയ വലിയ ശില്പികളെ കൊണ്ടുവന്നാണ് ക്ഷേത്രം പണി ആരംഭിച്ചതെന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്നും കായംകുളം രാജാവ് നിർമ്മിച്ച ആ ക്ഷേത്രമാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ. ശ്രീരാമ ഭഗവാൻ തിരിച്ചു പോയപ്പോൾ ഏതാനും ചില വാനരന്മാരെ, അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ള ഏതാനും ചില വാനരന്മാരെ ഇവിടെ നിർത്തിയിട്ട് പോയെന്നും അവരുടെ സന്തതി പരമ്പരകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തു തന്നെയായാലും ഈ ക്ഷേത്രത്തിനും വാനരന്മാർക്കും അത്രയധികം ബന്ധമാണുള്ളത്. അവരിവിടുന്ന് പുറത്തു പോവുകയോ വേറെ ഭക്ഷണം കഴിക്കുകയോ പോലും ചെയ്യാറില്ല. ഇവിടെ വരുന്നവരും ഭക്തന്മാരും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രം കഴിച്ചാണ് ഈ വാനരന്മാർ ജീവിക്കുന്നത്. ഇവർക്കിവിടെ വാനരയൂട്ടും എല്ലാ ഓണത്തിനും വിഭവസമൃദ്ധമായ സദ്യയും ഒക്കെ നൽകുന്നത് വളരെ വിശേഷപ്പെട്ടൊരു കാര്യമായിട്ടാണ് കണ്ടുവരുന്നത്. ശ്രീകോവിലിന് ചുറ്റും കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങൾ, മണ്ഡപത്തിൽ രാമായണ കഥയുടെ ചിത്രീകരണം, സോപാനപ്പടികളിലും തെക്കേ കൈവരിയുടെ താഴെയും മനോഹര ശില്പങ്ങൾ, ദ്വാരപാലകന്മാരും ആനകളും മറ്റു രൂപങ്ങളുമെല്ലാം കല്ലിൽ തീർത്ത മനോജ്ഞ ദൃശ്യങ്ങൾ. ഗണപതി, ശിവൻ, നാഗയക്ഷി, നാഗരാജാവ്, യക്ഷി, യോഗീശ്വരൻ, രക്ഷസ്, മാടൻ എന്നീ ഉപദേവതകളുമുണ്ട്. അട ഇവിടുത്തെ വിശേഷ വഴിപാടാണ്. ശനിദോഷമകറ്റാൻ നീരാഞ്ജനം വഴിപാടുമുണ്ട്. കുംഭമാസത്തിലെ ഉത്സവം ആറാട്ടായി 10 ദിവസത്തെ ഉത്സവം നടക്കും. ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും ദർശിച്ചവർക്കറിയാം, ഇവിടുത്തെ പ്രകൃതിയുടെ സർവ്വ സൗന്ദര്യത്തിൻ്റെയും സ്രോതസ്സ് ഇവിടുത്തെ ധർമ്മശാസ്താവ് തന്നെയാണെന്നും ഈ ക്ഷേത്രം തന്നെയാണെന്നും. ഈ ക്ഷേത്രം നമുക്ക് മനസ്സിന് തരുന്ന സമാധാനവും കണ്ണിന് തരുന്ന ആനന്ദവും ഹൃദയത്തിന് തരുന്ന സാന്ത്വനവും അത്രയ്ക്ക് വളരെ വലുതാണ്.